നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാ വിഷ്ണുവേട്ടൻ. വിഷ്ണുവേട്ടനെ കാണണമെന്നുണ്ടെങ്കിൽ നീയല്ല, നിന്റെ ഭാമാൻഡി ലക്ഷ്മണരേഖയും ചതുരമായിട്ട് വന്നാലും ഞാൻ പോവും. അതിപ്പോ ഏത് പാതിരാത്രി ആയാലും. അത്രയ്ക്കായോ നീ? ഭാമാൻഡിയെ ഇപ്പൊ തന്നെ ഈ വിവരം അറിയിച്ചിട്ടേ കാര്യമുള്ളൂ. നിന്നെ കൊണ്ട് ഇതേ പറ്റൂ സുസ്മിത. ഏത് കാര്യത്തിനും ഭാമാൻഡി. ശാലിനിക്കെതിരെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുള്ള തന്റെടോ തണ്ടല്ലോ ഉണ്ടോ നിനക്ക്? അല്ലെങ്കിൽ തന്നെ ഭാമാൻഡി ആരാ? നിന്റെ ഗുണ്ടേ? അവരെ എന്റെ ഭർത്താവിന്റെ അമ്മയാ. അവരും ഞാനും തമ്മിൽ പലതും പറഞ്ഞെന്നിരിക്കും. ഇന്ന് പിണങ്ങിയ നാളെ കൂട്ടുകൂടും. കാരണം നാളെ സത്യാമ്മ വീണുപോയാ നോക്കേണ്ടത് ഞാനാ. അല്ല നീയാ? നീ സത്യാമ്മയുടെ ആരാടി? ആരും അല്ല, അതാണ് സത്യം. കേവലം ഒരു കൂട്ടുകാരിയുടെ മോൾ. നീ തന്നെ പറഞ്ഞതുപോലെ ഒരു ഔട്ട്സൈഡർ. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായ പെട്ടിയും പ്രമാണമെടുത്ത് ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങേണ്ടവൾ. നീ ഇന്ന് രാത്രി ഇവിടുന്ന് കഴിച്ച ഭക്ഷണം പോലും ഞാനടക്കം ഇവിടെ ഉള്ളവരുടെ ദയയാ. അതിന്റെ പൊളപ്പിലെ ഞെളിഞ്ഞു കയറി ശാലിനിക്കെതിരെ പത്തി വിരിക്കല്ലേ? അടിച്ച് തൂക്കിയെടുത്ത് ഈ വളപ്പിന് പുറത്തിടിഞ്ഞ. ആട്ടെ, ഞാൻ മൊബൈല് കണ്ടോന്ന് ചോദിച്ചപ്പോ നിനക്ക് ഭയങ്കര ഉറക്കമായിരുന്നല്ലോ. ആ നീ എങ്ങനെ കൃത്യസമയത്ത് താഴെ ക്രാഷ് ലാൻഡ് ചെയ്തു? അത് പിന്നെ എന്തു പറഞ്ഞാലും നീ ഇപ്പൊ എന്റെ റൂംമേറ്റ് അല്ലേ. നിനക്കെന്തേലും സംഭവിച്ചാ ഞാനല്ലേ മറുപടി പറയണ്ടേ. അതുകൊണ്ട് നീ എവിടെ പോയിന്ന് അന്വേഷിക്കണം തോന്നി. എല്ലാ രാത്രിയിലും ഞാൻ ഈ റൂമിൽ നിന്ന് പാത്തും പതുങ്ങിയും പുറത്തിറങ്ങി പോകാറുണ്ട് അല്ലെ? പിന്നെ നേരം വെളുക്കുമ്പോഴാ വന്ന് കിടക്കുന്നത് അല്ലടി? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞോണം. നോണ പറഞ്ഞ അടിച്ചു നിന്റെ കരണം പൊളിക്കും. ഒരു ഭാമാൻഡി എന്നോട് ചോദിക്കാൻ വരില്ല. എന്തോടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? പറയടി, എന്താ ഞാൻ പറയണ്ടേ? ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് നീ കണ്ടിട്ടുണ്ടോന്ന് ഒരു രാത്രിയെങ്കിലും? അത് പിന്നെ നിനക്ക് കാവലിരിക്കലാണോ എന്റെ ജോലി? ഞാൻ അതൊന്നും നോക്കാറില്ല. നിക്ക്. നേരത്തെ നീ പറഞ്ഞു റൂംമേറ്റിന്റെ ഉത്തരവാദിത്വം ഉണ്ടെന്ന്. ഇപ്പൊ പറയുന്നു കാവലിരിക്കുന്നത് നിന്റെ പണിയല്ലാന്ന്. ഇനി ഞാൻ പറയാം. റൂംമേറ്റെന്നോ കൊടച്ചക്രമെന്നോ പറഞ്ഞ് മേലാൽ എന്റെ കാര്യങ്ങളിൽ തലയിടാൻ വന്ന സത്യമായിട്ടും നിന്റെ ഈ പിത്തക്കവിളി ഞാൻ ഓടിച്ച് പൊട്ടിക്കും. മര്യാദയ്ക്ക് ഈ റൂമിന്റെ കോണിലെങ്ങാനും ചുരുണ്ട് കൂടിക്കോണം. പോയി കിടന്നു ഉറങ്ങടി. ഇവള് പറഞ്ഞ ചിലപ്പോ പറഞ്ഞതുപോലെ ചെയ്യും. കിടന്നേക്കാം. ഇനി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.